DA ഉത്തരവ് പുനഃപരിശോധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പുനഃപരിശോധിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പുനഃപരിശോധിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ശക്തമായ ഒരഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ കഴിഞ്ഞ മാർച്ചിലാണ് മുമ്പാണ് ഓർഡർ ഇറങ്ങിയത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം മുതൽ, ഇപ്പോൾ തുടങ്ങിയല്ലോ, മെയ് ആയല്ലോ, സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കാൻ ധനവകുപ്പിൻ്റെ ഉത്തരവും 2 ഗഡുക്കൾ വീതമാണ് ലയിപ്പിക്കുന്നത്. 4 വർഷം കൊണ്ട് ആണിത് ലയിപ്പിക്കാൻ പോകുന്നത്. പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം 2 വീതം 4 വർഷം കൊണ്ട് 8 ഗഡുക്കളായി പണമായി നൽകാനും ആണ്. ഏപ്രിലിന് ശേഷമാണ് ലഭിച്ചു തുടങ്ങുകയെന്ന് പറഞ്ഞു. 2021 ജനുവരി 1-നും മാർച്ച് 31-നും ഇടയിൽ വിരമിക്കുന്നവർക്കും ഏപ്രിലിന് ശേഷം കുടിശ്ശിക പണമായി ലഭിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം. 2021 ജനുവരി മുതൽ 25 ജൂലൈ 30 വരെ 35% ക്ഷാമബത്തയാണ് കുടിശ്ശികയായി ലഭിക്കേണ്ടിയിരുന്നത്. 39,000 കോടിയാണ് കുടിശ്ശികയായി നൽകണം. മുൻകാല പ്രാബല്യത്തെപ്പറ്റി വ്യക്തമാക്കാതെയായിരുന്നു ഓരോ തവണയും ക്ഷാമബത്ത അനുവദിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വളരെ കൃത്യമായി ക്ഷാമബത്തയുടെ കഥ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അറിയുന്നതനുസരിച്ച് ക്ഷാമബത്ത കൊടുക്കാനുള്ള ഈ പറയുന്ന 8 ഗഡു എന്നുള്ളതിന് ചിലപ്പോൾ 1-2 ഗഡുക്കൾ പണമായി തന്നെ കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നു. കാരണം ഈ പുതിയ ഗവൺമെൻറ് വന്നതിൻ്റെ ഒരു സന്തോഷവും ആഘോഷവും ഒക്കെയായിട്ട് പണമായി കൊടുക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഈ 4 വർഷം പോകാനുള്ള സാധ്യതയും കുറയുന്നു. അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു സമിതി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ശമ്പള പരിഷ്കരണ കമ്മീഷനും വെച്ചിട്ടുണ്ട്. അവരും ചിലപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. എന്തായാലും 8 ഗഡുക്കളായി 4 വർഷം കൊണ്ട് 6 മാസം ഇത് 8 ഗഡുക്കളായി ലഭിക്കാനുള്ള കാര്യങ്ങളും 4 വർഷം കഴിഞ്ഞ് ഇത് പിൻവലിക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെയും ഉത്തരവിന് മാറ്റമുണ്ടാകാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ മാറ്റമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാറ്റമാണ് വരാൻ സാധ്യതയുള്ളത്. പൂച്ച പറ്റി കിടക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും തീർച്ചയായിട്ടും ഖജനാവിൽ പണമുണ്ടോ ഇല്ലയോ എന്നതൊക്കെ നോക്കി വളരെ കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം കൂടി പരിഹരിക്കും എന്ന് തന്നെയാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം. മാനിഫെസ്റ്റോയിലുമൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 8 ഗഡുക്കളായി കൊടുക്കുന്ന 4 വർഷം കൊണ്ട് കൊടുക്കാൻ പോകുന്ന DA അതിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ടാകുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും DA പാറ്റേണിൽ ഒരു മാറ്റം. DA പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാറ്റേൺ മാറ്റുക എന്ന് പറഞ്ഞാൽ DA കൊടുക്കുന്ന രീതിയല്ല, കൊടുക്കുന്ന സമയം. ഇനിയിപ്പോൾ എത്ര കാലം ഈ 4 വർഷം കൊണ്ട് ഇത് കൊടുക്കുന്നതിനെ ചുരുക്കി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത 4 വർഷം കഴിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തത്വത്തിലെല്ലാം കൂടി 8 വർഷം കഴിഞ്ഞ് PF എടുക്കാൻ പറ്റും. അത് അല്ല എന്നുള്ള രീതിയിലേക്കും പെൻഷൻകാർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഗഡുക്കളും ഒന്നിച്ച് കൊടുക്കാനും ഒക്കെയുള്ള വളരെ ചടുലമായ പല തീരുമാനങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും DA സംബന്ധിച്ചും DRനെ സംബന്ധിച്ചും ആളുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് ഈ ഗവൺമെൻറ്റിന് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോഴാണ് ഈ ഗവൺമെൻറ്റിന് സർക്കാർ ഉദ്യോഗസ്ഥർ എന്തുമാത്രം എതിരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. വലിയ തോതിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും പോസ്റ്റൽ വോട്ടിൽ എണ്ണിയപ്പോൾ ആ പോസ്റ്റൽ വോട്ടിൽ കൂടുതൽ ലഭിച്ചത് UDFനാണ്. അതിൻ്റെ അർത്ഥം സർക്കാർ ഉദ്യോഗസ്ഥർ ബ്ലോക്കായിട്ട് പോയി UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമായി കാണുന്നത് ഈ DAയും DRും ഒക്കെ തന്നെയാണ്. ബാലഗോപാൽ മന്ത്രിയോടുള്ളൊരു വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്തില്ല. എന്നാൽ ബാലഗോപാൽ ജയിച്ചു. അതിന് വേറെ മറ്റ് പല ഘടകങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പിന്നെ DA കുടിശ്ശിക വലിയ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായത്. അത് കൃത്യമായി കൊടുക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 8 ഗഡുക്കൾ 4 വർഷം എന്നുള്ളത് ചിലപ്പോൾ ചുരുക്കം. കുറച്ച് ഈ സർവീസ് സംഘടനകളൊക്കെ അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ സമരമൊക്കെ വന്നേക്കാം. എന്തായാലും DA അടിയന്തരമായി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉഡായിപ്പ് ഉത്തരവുകൾ പലതും കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിരുന്നു. ഓരോ ഉത്തരവിറങ്ങുമ്പോഴും അത് അടുത്തതിലേക്ക് ലീഡ് ചെയ്യുന്ന ഉത്തരവാണ് എന്ന് പറഞ്ഞാൽ അടുത്തതിൽ പറയും, ഡീറ്റെയിൽസ് അടുത്തതിൽ പറയും എന്ന് പറഞ്ഞു പോയ ഉത്തരവുകളാണ്. അതെല്ലാം മാറി വളരെ സ്പെസിഫിക്കായ ഉത്തരവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ വകുപ്പുകളിലൊക്കെ ആവശ്യമായ സ്ഥലം മാറ്റം നടക്കുന്നുണ്ട്. ഈ സ്ഥലം മാറ്റമൊക്കെ നടത്തി കഴിയുമ്പോൾ ഭരണാനുകൂല സംഘടനകളുടെ ആളുകളൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട തസ്തികകളിലേക്കൊക്കെ വരിക. സ്വാഭാവികമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവർക്കിത് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായിട്ടും പെൻഷൻ കിട്ടുന്നവർക്കും ഇത് ഒരു വിഷയമുണ്ട്. ഇതിനിടയിൽ പെൻഷൻ വാങ്ങുന്നവർക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവർക്ക് DR 2 പ്രാവശ്യത്തെ DR എന്തോ ഈ 2 വർഷത്തെ 2 പ്രാവശ്യവും 2 വർഷത്തെയാണെന്ന് തോന്നുന്നത്, കറക്റ്റ് എനിക്ക് കാൽക്കുലേഷൻ അറിയില്ല.
ഈ കോവിഡ് കാലത്ത് അത് കിട്ടാനുണ്ട്, അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കുമെന്ന് ഇങ്ങനെ പാർലമെൻറ്റിലൊക്കെ പറയുന്നതല്ലാതെ കൊടുപ്പ് നടക്കുന്നില്ല. അതും കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. ആ പെൻഷൻ പറ്റിയവരുടെ, ആ കോവിഡ് കാലത്ത് പെൻഷൻ പറ്റിയവരുടെ DRഉം ആ കാലഘട്ടത്തിൽ DAയും ഒക്കെ കൊടുക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനോട് കൂടി അതും പരിഹരിക്കുമെന്നാണ് കാണുന്നത്. എന്തായാലും കേന്ദ്രം അത് പരിഹരിക്കട്ടെ. കേരളം ഈ ശമ്പള പരിഷ്കരണം വരുന്ന മുറയ്ക്ക് ഈ കാര്യത്തിനും കൂടി ശക്തമായ തീരുമാനമുണ്ടാകണം. DA മാറ്റി കൊടുക്കുക തന്നെ വേണം. വളരെ വേഗത്തിൽ DA കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇത് 4 വർഷവും 8 വർഷവും നീട്ടിക്കൊണ്ട് പോകാതെ, PF ലയിപ്പിച്ച് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ കുറേ കൂടി പീപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള, സർവീസ് ജീവനക്കാരുടെ, ഓഫീസേഴ്സ് സെൻറ്റേഡ് ആയിട്ടുള്ള, ജീവനക്കാർക്ക് സൗഹൃദമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റായി ഇത് പ്രവർത്തിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വരട്ടെ. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം.